ഹായ്. നമ്മൾ ഇന്ന് കെമിസ്ട്രിയുടെ ഡേ 3 ആണ് നിൽക്കുന്നത് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ സെഷനിൽ ആ ഒരു മാരത്തോണിൽ നമ്മൾ ഡേ 3 കെമിസ്ട്രി നിൽക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള 2 വീഡിയോസ് കാണുക. അത് LDC 2024 കെമിസ്ട്രി എന്നുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഡെയിലി ക്വിസ് ഓൺബോർഡിങ് നടത്തുന്നതാണ്. അത് കൂടാതെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള ഈ 3 സബ്ജക്ട്സിനകത്ത് 12 മാർക്ക് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു PDF ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ടെലഗ്രാമിൽ കേട്ടോ. നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാമേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മളെ ഇന്ന് പ്രീവിയസ് വീഡിയോസിൽ വരെ പഠിച്ചത് എന്താണ്? ഈ പറഞ്ഞ പീരിയോഡിക് ടേബിളും ലോഹങ്ങളും അലോഹങ്ങളും എന്നുള്ളൊരു സെക്ഷനൊക്കെ നമ്മൾ പഠിച്ചത് അല്ലേ. ഇന്ന് നമുക്കിനി ഒരു പുതിയ സെഷനിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ വാതക നിയമങ്ങൾ എന്നൊരു സെക്ഷൻ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മെറ്റലർജി എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്തുനിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് എടുക്കുന്നത് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ്. ഗേഷ്യസ് മോളിക്യൂൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ് ശരിയെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നോക്കി എന്താണെന്ന്. വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. അത് കറക്റ്റ് ആണോ നോക്കി തന്നെ താൻ ആൻസർ ചെയ്യാനൊക്കെ നോക്കുക. വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറവാണോ കൂടുതലാണോ നിങ്ങൾ പറഞ്ഞേ. നമുക്കറിയാം ഒരു ഈ പറഞ്ഞ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ള ആ 3 മാറ്ററിന്റെ സ്റ്റേറ്റ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണ്? അതിന്റെ തന്മാത്രകൾ തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് അല്ലേ. ഇപ്പൊ സോളിഡിന്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും? ഈ പറഞ്ഞിട്ടുള്ള തന്മാത്രകൾ ഭയങ്കര ക്ലോസ് ആയതുകൊണ്ടാണ് അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഷേപ്പ് വരുന്നത് ആണല്ലോ. ലിക്വിഡിന്റെ കേസ് വരുമ്പോഴത്തേക്കിന് തന്മാത്രകൾക്ക് ഇച്ചിരി കൂടെ ഡിഫറൻസ് കാണും. പക്ഷെ അവർ തമ്മിലുള്ള ദൂരം ഇച്ചിരി കൂടുതലായിരിക്കും. ഈ പറഞ്ഞ വാതക തന്മാത്രകളുടെ കേസിൽ എന്താ വരുന്നത്? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. വാതക തന്മാത്രകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സെക്ഷൻ. അപ്പൊ ഈ പറഞ്ഞ വാതക തന്മാത്രകൾ തമ്മിലുള്ള ദൂരം വളരെ കുറവായിരിക്കും എന്നുള്ള ഓപ്ഷൻ ശരിയാണോ? അല്ല. ആ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ് കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. നെക്സ്റ്റ് എന്താണ്? വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. കറക്റ്റ് ആണോ? കാരണം നമുക്കറിയാം സോളിഡിനകത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള തന്മാത്രകൾ വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ എനർജി കുറവായിരിക്കും. ലിക്വിഡിനകത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി എനർജി കൂടും. ഈ പറഞ്ഞിട്ടുള്ള ഗേഷ്യസ് ഫോം അല്ലെങ്കിൽ വാതക തന്മാത്രകൾ എന്ന് പറയുമ്പോൾ വാതകത്തിന്റെ ഫോമിൽ എത്തുമ്പോഴത്തേക്കിന് തന്മാത്രകളുടെ എനർജി കൂടിയാ വരുന്നത് കേട്ടോ. വാതക തന്മാത്രകൾക്ക് എന്തായിരിക്കും? അതിന് എനർജി വളരെ കൂടുതലായിരിക്കും കേട്ടോ. നെക്സ്റ്റ് എന്താണ്? വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ ഇലാസ്റ്റിക സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തോ പറ്റുന്നില്ല, ഇവിടെ ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല. അതും കറക്റ്റ് ആണ്. അപ്പൊ നോക്കിയതിനകത്ത് 1 എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ തെറ്റ്. ബാക്കി 2ഉം 3 എന്താണ്? കറക്റ്റ് ആണ്. ഇതിനകത്ത് ശരിയായ പ്രസ്ഥാനങ്ങളുടെ എന്തൊക്കെയാണ്? അപ്പം 2ഉം 3ഉം വരുന്ന ഇതാണ് എന്ത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന. ക്ലിയർ അല്ലേ? ഇനിയും ഈ ക്വസ്റ്റ്യൻ എവിടുന്ന് എടുത്തു എന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കി, ഇത് SCERT ഉള്ള ഈ പറഞ്ഞിട്ടുള്ള ഗ്യാസ് ലോസ് അല്ലെങ്കിൽ നമ്മുടെ വാതക നിയമങ്ങൾ എന്നുള്ള ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള പോയിന്റ്സ് ആണ് ഇതെല്ലാം. ഈ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ വാതകങ്ങളുടെ പ്രോപ്പർട്ടീസിനകത്ത് പറയുമ്പോഴത്തേക്കിന് ഇതെല്ലാം ഉണ്ട്. ഇതൊന്ന് നോക്കുക കേട്ടോ. അതിനകത്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. വാതക നിയമങ്ങളിൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമെന്ന ബന്ധം പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക എന്താണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ആ പറഞ്ഞ വാതക നിയമത്തിന്റെ ആ നിയമമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? വാതകത്തിന്റെ താപനില സ്ഥിരമായിരിക്കുമ്പോൾ എന്ന ഓപ്ഷൻ ഉണ്ട്. എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വെച്ച് വരുന്ന സംഭവങ്ങളുടെ വാതകങ്ങളെ കുറിച്ച് പറയുന്ന നിയമം ഏതാണ്? നമുക്കറിയാം ഏതാണ്? ബോയിൽസ് നിയമമാണ് അല്ലെ. ബോയിൽസ് ലോ ആണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിന്റെ കേസ് പറയുന്ന ആരാണ്? ബോയിൽസ് നിയമമാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ ബോയിൽസ് നിയമം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബോയിൽ ആണ് കേട്ടോ. റോബർട്ട് ബോയിൽ ആണ് ബോയിൽസ് ലോയുടെ ഫൗണ്ടർ. അപ്പൊ ബോയിൽസ് നിയമത്തിനെ കുറിച്ച് ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്, എക്സാമ്പിൾ വെച്ച് ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ കൊടുത്ത് ചോദിക്കും ഈ താഴെ പറയുന്നവ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് താഴെ പറയുന്നവയിൽ ഏത്
വാതക നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ ബോയിൽസ് നിയമമാണെന്ന് ആലോചിക്കുക. നമ്മളിപ്പം ടെമ്പറേച്ചർ ആണ് ബോയിൽ ചെയ്യുമല്ലോ, അപ്പൊ ബോയിൽ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുമെന്ന് ആലോചിച്ചിട്ട് ഓർക്കുക. ബോയിൽസ് ലോ എന്ന് പറയുമ്പോഴത്തേന് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയ കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് സ്റ്റേറ്റ്മെന്റിലൂടെ പഠിച്ചു വെക്കുക. എന്താണ് ഇതാണ് ബോയിൽസ് നിയമം എന്ന് പറയുമ്പോഴത്തേന് ഓർത്തിരിക്കുക, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ, ബാക്കിയുള്ള പ്രഷറും വോളിയുമാണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു വാതകത്തിന്റെ പ്രഷറും വോളിയവും എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ്, അല്ലെങ്കിൽ P/V എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ പ്രഷർ കൂടിയാൽ വോളിയം കുറയും, അല്ലെങ്കിൽ പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടും. ഈ കണ്ടീഷൻ വരുന്ന എന്തെങ്കിലും എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ അത് ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബോയിൽസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. എന്താ ഞാൻ പറഞ്ഞത്? ബോയിൽസ് നിയമം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറുള്ള ഒരു വാതകത്തെ കുറിച്ച് പറയുന്നതാണ്. അവിടെ പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ കൂടിയാൽ വോളിയം കുറയും, പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടും അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബോയിൽ ആണ്. നോക്കിയിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ കണ്ടില്ലേ? വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയും. എന്താണ്? ഒരു വീർപ്പിച്ച ബലൂൺ വെള്ളത്തിനടിയിൽ താക്കുമ്പോൾ അതിന്റെ വലിപ്പം കുറയും. അത് ഏത് നിയമമാണ് ബന്ധപ്പെട്ടിരുന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് പറയാനൊക്കെ നോക്കി. ബോയിൽസ് ആണോ ചാൾസ് ആണോ? ഒബിയസ്ലി പാസ്കൽസ് ലോ അല്ല. പാസ്കൽ ലോ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ പറഞ്ഞ ചാൾസും ബോയിലും അവഗാഡ്രോ നിയമമാണ് നമ്മുടെ വാതകങ്ങളെ കുറിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിൽ താക്കുമ്പോൾ അതിന്റെ സൈസ് കുറയും എന്നാണ്. അപ്പൊ നോക്കി നിങ്ങൾ ആലോചിക്കുക, ഈ വീർപ്പിച്ച ബലൂൺ ആണ്, ഇത് വെള്ളത്തിനോട് പോവാണ്. അപ്പൊ ഈ ബലൂണിന്റെ സർഫസ് ഇല്ലേ, ആ സർഫസിനകത്തോട് എന്ത് വരുന്നുണ്ട്? വെള്ളത്തിന്റെ പ്രഷർ വരും അല്ലേ. അപ്പം താപ്പോട്ട് പോകും തോറും വാട്ടറിന്റെ പ്രഷർ കൂടിക്കൂടിയാണ് വരുന്നത്. അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്യാണ്. ഇവരെന്താ പറഞ്ഞേ? ഈ പറഞ്ഞിട്ടുള്ള ബലൂൺ ചുരുങ്ങുമെന്നല്ല പറഞ്ഞേ. അപ്പൊ ഇവിടുത്തെ ബലൂണിന്റെ വ്യാപ്തം കുറയുകയാണ് അല്ലേ. അപ്പൊ അത് ഏത് നിയമമാണ്? നമ്മൾ പറഞ്ഞു പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഏത് നിയമമാണത്? ബോയിൽസ് നിയമമാണ് കേട്ടോ, തെറ്റിക്കരുത്. അത് ഈ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ബോയിൽസ് നിയമത്തിന്റെ ഉദാഹരണമാണ്, തെറ്റിക്കാൻ പാടില്ല. പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ബോയിൽസ് നിയമമാണ്. വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണ്? നമ്മൾ ബലൂൺ വീതി എന്താണ് ബലൂൺ വീതി ഇൻഫ്ലേറ്റ് ചെയ്തില്ലേ ബലൂണിനെ. അപ്പൊ ആ ഇൻഫ്ലേറ്റ് ചെയ്യുന്ന നമ്മൾ ഊതി വീർപ്പിക്കുന്ന ബലൂൺ എന്നുള്ളത് ബോയിൽസ് നിയമത്തിന്റെ ഉദാഹരണമാണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇല്ല. കാര്യം എന്താണ്? അത് ഈ പറഞ്ഞ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഊതി വീർപ്പിക്കുന്ന ബലൂൺ എന്ന് പറഞ്ഞാൽ ബോയിൽസ് നിയമം വയലേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കി. ഇനി എന്താണ്? നമ്മൾ ഒരു വീർപ്പിച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടിപ്പോകുന്നു. അത് ഏത് നിയമത്തിന് ഉദാഹരണമാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാമോ? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വീർപ്പിച്ച ഒരു ബലൂൺ, ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ബലൂണ് നമ്മൾ എവിടാണ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുന്നു എന്നുള്ളത് ഏത് നിയമത്തിന് ഉദാഹരണമാണെന്ന് പറയാമോ? ഇവിടെ എന്താ പറ്റുന്നത്? ഇവിടെ ടെമ്പറേച്ചർ കൂടുകയാണ്. ഇവിടെ എന്താ പറ്റുന്ന കാര്യം? സൺലൈറ്റിൽ വെക്കാണ് ടെമ്പറേച്ചർ ഇവിടെ കൂടുന്നുണ്ട് അല്ലെ. ടെമ്പറേച്ചറിന് ഇവിടെ ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല? ബോയിൽസ് നിയമമല്ല. ടെമ്പറേച്ചർ ഇവിടെ കൂടുന്നത് കാരണം ബലൂൺ പൊട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തു പറ്റുന്നുണ്ട്? അതിനകത്തുള്ള എന്താണ് വോളിയം കൂടുന്നുണ്ട് അല്ലേ. അവിടെ വോളിയവും കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു വീർപ്പിച്ച ബലൂണ് സൺലൈറ്റ് വെക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നെന്ന് പറഞ്ഞാൽ അത് ചാൾസ് നിയമത്തിന്റെ ഉദാഹരണമാണ്. ചാൾസ് ലോ എന്താണ്? ഞാൻ ഇത്രയും കാര്യമായിട്ട് പറയാൻ കാരണം നിങ്ങൾക്ക് പിന്നെ ഇത് ഓർക്കുമ്പോൾ എന്താണ് കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കറക്റ്റ് ആണ്. ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, പ്രിൻസ് ചാൾസ് ഉണ്ട് രാജകുമാരൻ. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കുക, ചാൾസ് നിയമത്തിന്റെ കേസ് വരുമ്പോൾ അത് കോൺസ്റ്റന്റ് പ്രഷർ ആണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ചാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് പ്രഷർ ആണ് എന്ന് ഓർത്തിരിക്കുക. ഇവിടെ നിന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, മറ്റേ കേസിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞത്. ഇനി ചാൾസ് ലോയുടെ കേസ് വരുമ്പോൾ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ നേർ അനുപാതത്തിലാണെന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടും, അല്ലെങ്കിൽ വോളിയം കൂടിയാൽ ടെമ്പറേച്ചർ കൂടും. ആ ഒരു കണ്ടീഷനിലും വരുന്ന എല്ലാ എക്സാമ്പിൾസും എന്തിനു വരുന്നതാണ്? നമ്മൾ ഈ പറഞ്ഞ ചാൾസ് നിയമത്തിന് ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്താ പറഞ്ഞത്, സൺലൈറ്റിൽ നമ്മൾ ഒരു ബലൂൺ വീർപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ബലൂണിന്റെ വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പൊ അതിന്റെ വോളിയം കോൺസ്റ്റന്റ് എന്താണ്? അതിനകത്തുള്ള പ്രഷർ ഇപ്പം കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ആയിട്ട് പ്രഷർ നിൽക്കുകയാണ്. ഇനി നമ്മൾ എന്തോ ചെയ്യും? ഇത് ചൂട് കൂടുന്ന ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ ഗ്യാസ് മോളിക്യൂൾസ്
എക്സ്പാൻഡ് ആകുമ്പോൾ അവിടെ എന്ത് കൂടുകയാണ് ചെയ്യുന്നത്, അവിടെയുള്ള വോളിയം കൂടും. ഈ ബലൂൺ ഇങ്ങനെ വീർത്തല്ലേ പൊട്ടുന്നത്. അപ്പൊ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് വോളിയം കൂടിയത് കാരണം അത് എന്താണ്, അത് ചാൾസ് നിയമത്തിന്റെ എക്സാമ്പിൾ ആണ് എന്ന് ഓർത്തിരിക്കണം കേട്ടോ. ചാൾസ് ലോയുടെ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞത്. ഈ രണ്ടാമത്തെ സംഭവം എന്ത് തന്നെയാണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കോൾഡ് വെതറിൽ എന്താണ് ഈ ബോളും ഹീലിയം ബലൂണൊക്കെ ഷ്രിങ്ക് ആകാന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, അത് ചാൾസ് നിയമത്തിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. തെറ്റിക്കരുത്, ഇതെല്ലാം ചാൾസ് നിയമത്തിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ഇനി ഒരു അവഗാഡ്രോ നിയമം എന്നൊരു സാധനമുണ്ട്. ഒന്നുമില്ല, ഈ പറഞ്ഞിട്ടുള്ള ബോയിലിനെ ചാൾസിനെ മിക്സ് ചെയ്ത് പറയുക. ഈ പറഞ്ഞ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു വാതകത്തിനുണ്ടാകുന്ന വോളിയം എന്ന് പറഞ്ഞാൽ അതിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണത്തിന് ഈക്വൽ ആണ്. അതാണ് അവഗാഡ്രോ നിയമം. അത് ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇച്ചിരി ട്രിക്കിയാണ് ഈ ക്വസ്റ്റ്യൻ, അറിയാത്ത ചെയ്യത്തില്ലേ. എന്താന്ന് നോക്കി, ഒരു ഗ്രാം ആറ്റം ഓക്സിജനിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു ഗ്രാം ആറ്റം എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഒരു ഗ്രാം ഓക്സിജൻ എന്നല്ല, ഒരു ഗ്രാം ആറ്റം ഓക്സിജൻ എന്നാണ്. 1 ഗ്രാം ആറ്റം എന്താണെന്ന് അറിഞ്ഞാൽ ഇതിന് ആൻസർ അറിയാനൊക്കത്തുള്ളൂ. ഇതിന് ആൻസർ ഇപ്പോൾ ഇവിടെ 6.02 × 10⁻23 ആണ്. ഇത് എങ്ങനെയാ വന്നെന്ന് അറിയണ്ടേ? ഒന്ന് ഞാൻ കാണിച്ചാൽ നോക്കി, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കി. അതാണ് ഇത് കണ്ടില്ലേ, ഒരു ഗ്രാം ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിന്റെ ഒരു മൂലകത്തിന്റെ അറ്റോമിക് മാസ് എന്നൊരു സംഭവം ഉണ്ട്. അറ്റോമിക് മാസ് ഉണ്ട്. അപ്പൊ കാർബണിന്റെ കേസിൽ അറ്റോമിക് മാസ് 12 ആണ്. അപ്പൊ അത്രയും ആ 12 ആണല്ലോ അറ്റോമിക് മാസ്. അപ്പൊ 12 ഗ്രാം കാർബൺ നമ്മൾ എടുത്താൽ അത് നമ്മൾ എന്ത് വിളിക്കും, ഒരു ഗ്രാം ആറ്റം ഓഫ് കാർബൺ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് ഈ ചോദിച്ച ക്വസ്റ്റ്യൻ. എന്താണ് ഒരു ഗ്രാം ആറ്റം, ഇവിടെ ഓക്സിജൻ ആണ്. അപ്പൊ ഇവിടെ ഒരു ഗ്രാം ആറ്റം ഓക്സിജൻ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും വരുന്ന നോക്കി. ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16 ആണ്. കണ്ടോ, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. അപ്പൊ 16 ഗ്രാം ഓക്സിജൻ നമ്മൾ എടുത്താൽ എത്രയാണ്? 16 ഗ്രാം ഓക്സിജൻ എടുത്താൽ നമ്മൾ അതിനെയാണ് ഒരു ഗ്രാം ആറ്റം ഓഫ് ഓക്സിജൻ എന്ന് വിളിക്കുന്നത്. തെറ്റിക്കരുത്. 16 ഗ്രാം. ഇതിന് പകരം ക്വസ്റ്റ്യൻ ഇവിടെ ഇപ്പം ഡയറക്റ്റ് ആണ് ചോദിച്ചത്, 1 ഗ്രാം ആറ്റം ഓക്സിജനകത്ത് എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന് പകരം ഇവർ ചോദിക്കുകയാണ് 16 ഗ്രാം ഓക്സിജൻ എടുത്താൽ അതിനകത്ത് എത്ര ഓക്സിജൻ ആറ്റം എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ് ആൻസർ? ഈ പറഞ്ഞ 6.022 × 10⁻23 ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഈ പറഞ്ഞ ഒരു ഗ്രാം ആറ്റം മാസിൽ അടങ്ങിയിരിക്കുന്ന എന്താണ് ആറ്റത്തിന്റെ എണ്ണം, അതാണ് ഈ പറഞ്ഞ അവഗാഡ്രോ നമ്പർ എന്ന് വിളിക്കും കേട്ടോ. ഇതിനെ ഈ പറഞ്ഞ 6.022 × 10⁻23 വിളിക്കുന്ന പേരാണ് എന്ത്? അവഗാഡ്രോ നമ്പർ. നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് വിളിക്കുന്ന ആരെയാണ്? ഈ പറഞ്ഞ 6.022 × 10⁻23 ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ ഏത് എലമെന്റ് എടുത്താലും അതിന്റെ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ചോദിക്കുകയാണ്, ഒരു ഗ്രാം ആറ്റം നൈട്രജൻ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അടങ്ങേണ്ട എണ്ണം ചോദിച്ചാൽ എന്ത് തന്നെയാണ്? ഈ സെയിം നമ്പർ തന്നെയാണ്. ഒരു ഗ്രാം ആറ്റം ചോദിച്ചിട്ട് ഏത് ചോദിച്ചാലും ഇത് നാച്ചുറൽ സെയിം ആണ്. അതിനല്ല ഈ ഒരു ഗ്രാം ആറ്റത്തിന് പകരം അതിന്റെ കറക്റ്റ് എമൗണ്ട് ഇത്ര ഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റരുത്. അതുകൊണ്ട് ഈ ടെക്സ്റ്റിനകത്തുള്ള പറഞ്ഞിട്ടുള്ള മൂലകങ്ങളുടെ ഗ്രാം അറ്റോമിക് മാസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അറിയാത്തവരൊന്ന് പഠിച്ചു വെക്കുക, അല്ലാത്തവരത് ജസ്റ്റ് നോക്കിപ്പോയാൽ മതി കേട്ടോ. ക്ലിയർ അല്ലേ? തെറ്റിക്കരുത്. ഗ്രാം ആറ്റോമിക് മാസ് അല്ലെങ്കിൽ അതിനെ ഗ്രാം ആറ്റം എന്ന് വിളിക്കും എന്നും ഉള്ള സ്റ്റേറ്റ്മെന്റ് ടെക്സ്റ്റിലുണ്ട്. കിടക്കുന്നു ഗ്രാം അറ്റോമിക് മാസ്, അതിനെ ചുരുക്കി വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രാം ആറ്റം എന്നുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ഗ്രാം ആറ്റം ഏത് എലമെന്റ് എടുത്താലും അതിനകത്തുള്ള അതേ തന്മാത്രകളുടെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയാൻ എന്തായിരിക്കും? നൈട്രജൻ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അവഗാഡ്രോ നമ്പറിന് ഈക്വൽ ആണ് 6.022 × 10⁻23. ക്ലിയർ അല്ലേ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ജസ്റ്റ് ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് അറിയേണ്ട കേസാണ് കേട്ടോ. ഒരു ഗ്രാം സോഡിയം എന്ന് പറഞ്ഞാൽ 23 ഗ്രാം ആണ്. ഒരു ഗ്രാം ആറ്റം സോഡിയം എന്ന് പറഞ്ഞാൽ 23 ഗ്രാം സോഡിയമാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് എത്രയാണ്? 46 ഗ്രാം സോഡിയം എടുത്താൽ അതിൻ്റെ അകത്ത് എത്ര സോഡിയം ആറ്റങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചോദിക്കാം. കാര്യം നമുക്കറിയാം, ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്സിനകത്തുനിന്ന് ഒപ്റ്റിക്സിനകത്തുനിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അല്ലേ? ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വേണമെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കെമിസ്ട്രി ടഫ് ആക്കണമെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ല, എന്താണ് 46 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. 23 ഗ്രാമിൽ ഇത്രയുമാണെങ്കിൽ 46 ഗ്രാമിൽ എന്താണ് 2 × അവഗാഡ്രോ നമ്പറിന് ഈക്വൽ ആയിരിക്കും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ, ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി.
നെക്സ്റ്റ് നോക്കി, അത് അത്രേ ഉള്ളൂ. ആ ക്വസ്റ്റൻ അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഈ പറഞ്ഞ ഗ്യാസ് ലോസിനകത്തുനിന്ന് അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അത്രയും മാറ്റർ ആ ചാപ്റ്ററിലും ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നോക്കി, ഈ പറഞ്ഞ മെറ്റലർജിക് പ്രോസസ് എന്നൊരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ അലൂമിനിയം, അയൺ, അതിൻ്റെയൊക്കെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ ഒരു ചാപ്റ്റർ അതിനകത്തുള്ളതാണ് മെറ്റലർജി എന്ന് പറഞ്ഞിട്ട്. അതിനകത്തുള്ള ക്വസ്റ്റൻ നോക്കി. ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ്? സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റൻ. നോക്കി, സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന്റെ പേര് എന്താണെന്നാണ് ക്വസ്റ്റൻ. അറിയാം എന്താണെന്ന്? നമുക്കറിയാം കോണ്ടാക്ട് പ്രോസസ് ആണല്ലേ. കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ എന്ത് വിളിക്കും നമ്മളതിനെ? സമ്പർക്ക പ്രക്രിയ. കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ വെച്ചിട്ടാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചർ കേട്ടോ. സൾഫ്യൂരിക് ആസിഡിനെ കോണ്ടാക്ട് ചെയ്യാൻ കൊള്ളുന്നതെല്ലാം ഓർത്തിരിക്കുക. സൾഫ്യൂരിക് ആസിഡ് പറഞ്ഞാൽ പെട്ടെന്ന് അറിയാമല്ലോ, ഭയങ്കര കോൺസെൻട്രേഷൻ കൂടിയ സാധനമാണ് ഈ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിനെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്ന സംഭവം. ഇനി ഈ പറഞ്ഞ ഹേബർ പ്രോസസ് എന്താണ്? ഹേബർ പ്രക്രിയ ആരുടെ മാനുഫാക്ചറിങ് ആണ്? നമുക്കറിയാം എന്താണ്? അമോണിയ അല്ലേ, NH3. ഞാൻ NH3 എഴുതാണ്. അമോണിയയുടെ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത്? ഹേബർ പ്രോസസ് എന്ന് പറയുന്നത്. അമോണിയത്തിന്റെ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഹേബർ പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കിന്. നമ്മുടെ ഓസ്റ്റ്വാൾ പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ നൈട്രിക് ആസിഡിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ പേരാണ് എന്ത്? ഓസ്റ്റ്വാൾ പ്രോസസ്. ഈ പറഞ്ഞിട്ടുള്ള സ്വാഷ് പ്രക്രിയ പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് വേറൊരു രീതിയിൽ ഉള്ളൊരു പ്രോസസ്സാണ്. ഈ പറഞ്ഞിട്ടുള്ള കോണ്ടാക്ട് പ്രോസസ്സും ഹേബർ പ്രോസസ്സും ഓസ്റ്റ്വാൾ ഓർത്തിരിക്കുക. കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിങ് യൂസ് ചെയ്യുന്നതാണ്. ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞാൽ അമോണിയ ആണ്. ഓസ്റ്റ്വാൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡാണ് കേട്ടോ. നൈട്രിക് ആസിഡിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് എന്ത്? ഓസ്റ്റ്വാൾ പ്രോസസ്സേ. ഇത് നോക്കിക്കോളൂ. ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് ഇത് എന്താണെന്ന് പറഞ്ഞു തരും. നോക്കി, ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? അയിരിന്റെ ഇംഗ്ലീഷ് എന്താണ്? നമ്മുടെ ഓറാണ് കേട്ടോ. ഓറാണ് അയിരെന്ന് പറഞ്ഞാൽ. ഓറിനെയാണ് നമ്മൾ അയിരെന്ന് വിളിക്കുന്നത്. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാമോ? ബോക്സൈറ്റ്, ഹേമനൈറ്റ് ആണോ? നമുക്കറിയാമോ ബോക്സൈറ്റ് ആരുടെ അയിരാണ്? ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ ഓറാണ്? അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ് കേട്ടോ. അലൂമിനിയത്തിന്റെ ഓറാണ് ഈ പറഞ്ഞ ബോക്സൈറ്റ് എന്ന് പറയുമ്പോൾ. ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അയണിന്റെ ഓറാണ്. മാഗ്നറ്റൈറ്റും അയണിന്റെ ഓറാണ്. കലാമിൻ ആരുടെ ഓറാണ്? സിങ്കിന്റെ ഓറാണ് കലാമിൻ കേട്ടോ. സിങ്കിന്റെ ഓറാണ് കലാമിൻ. സിങ്ക് ബ്ലെൻഡും എന്ത് തന്നെയാണ്? സിങ്കിന്റെ ആണ്. നമുക്കറിയാം. ഇത് ആൻസർ ഏതാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് എന്ത്? നമ്മുടെ ഇരുമ്പ് അല്ലെങ്കിൽ അയണിന്റെ അയിരുകൾ, ഓറാണ് കേട്ടോ. ഇരുമ്പിന്റെ അയിരുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഞാൻ ജസ്റ്റ് ഒരു കാര്യത്തിൽ ജസ്റ്റ് പറഞ്ഞേക്കാം. ധാതുക്കളും അയിരുകളും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമോ എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ പറഞ്ഞ ഭൂവൽക്കത്തിൽ ഓരോ മെറ്റൽസ് ഉണ്ടാക്കാൻ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരെന്ന് വെച്ചാൽ എന്ത് പറയും? അതാണ് ധാതുക്കൾ. ഇനിയും അയിരെന്ന് പറഞ്ഞാൽ ഈ ധാതുക്കളിനകത്തുനിന്ന് ഒരു മെറ്റൽ മാനുഫാക്ചർ ചെയ്യാൻ ഈസി ആയിട്ടും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ വെക്കുന്നത് ഏത് ധാതുവിൽ നിന്നാണോ ആ ധാതുവിനെയാണ് അതിന്റെ അയിരെന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? തെറ്റിക്കതാണ് ഈ പറഞ്ഞ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ. ഓറെന്ന് പറഞ്ഞാൽ ഒരു ധാതുവാണ്. പക്ഷെ ആ ധാതുവിനകത്ത് ഏതാണോ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ വെക്കുന്നത് അതാണ് അതിന്റെ അയിര് അല്ലെങ്കിൽ ഓർ എന്നുള്ള സംഭവം. ഇനി ഇതിന്റെ ആൻസർ ഒന്ന് പറയാൻ നോക്കി. കലാം എന്ന് പറഞ്ഞാൽ ആരുടെ ഓറാണ്? ഓർത്തിരിക്കുക, സിങ്കിന്റെ ഓറാണ് അല്ലെങ്കിൽ അയിരാണ് കലാം എന്ന് പറഞ്ഞാൽ. അലൂമിനിയത്തിന്റെ അയിരിന്റെ പേരെന്താണ്? ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ അയിരാണ് എന്ത്? ബോക്സൈറ്റ്. ഓർത്തിരിക്കുക. സൾഫൈഡ് അയിരുള്ള ഓറ് നമുക്ക് പഠിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ സിങ്ക് ഉണ്ട്, കോപ്പർ ഉണ്ട് കേട്ടോ. സിങ്ക് സൾഫൈഡ് എന്നുള്ള സംഭവം ഉണ്ട്. സിങ്കും ഉണ്ട്, കോപ്പറിന്റെ ഓറ് എന്ത് തന്നെയാണ്? സൾഫൈഡ് ഉള്ള അയിരുകളാണ് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ ഇരുമ്പിന്റെ അയിര് എന്തൊക്കെയാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഇത് കണ്ടോ, ഇത് ഇതുപോലെ പഠിക്കണം. കാര്യം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ചോദിച്ചിട്ടുണ്ട്. ഇത് SSCRT ക്ലിപ്പ് തന്നെയാണ്. നോക്കി, അലൂമിനിയത്തിന്റെ ഓർ ഏതാണ്? നമുക്കറിയാം ബോക്സൈറ്റ് ആണ്. അയണിന്റെ ഓർ ഏതാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. കോപ്പറിന്റെ ആണെങ്കിൽ കോപ്പർ പൈറൈറ്റും കുപ്രൈറ്റും. ഈ കോപ്പർ പൈറൈറ്റ് ആണ് എന്ത്? ഇതിനകത്തുള്ള സൾഫൈഡ് ഓർ. കണ്ടില്ലേ, സൾഫർ വന്നിട്ടില്ലേ ഇതിനകത്ത്? കോപ്പർ പൈറൈറ്റ് എന്ന് പറയുന്ന ഒരു സൾഫൈഡ് ഓറാണ്. സിങ്ക് ആണെങ്കിൽ സിങ്ക് ബ്ലെൻഡും
കലാമിനുമാണ്. ഈ സിങ്ക് ബ്ലെൻഡ് ആണ് സിങ്ക് സൾഫേറ്റ് എന്നുള്ള സംഭവം. അപ്പൊ അതും എന്ത് തന്നെയാണ്, ഒരു സൾഫേറ്റ് ഓർ ആണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾക്ക് അടുത്ത സ്ലൈഡൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു നോക്കി, അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്, ബോക്സൈറ്റ് ആണ്. അയൺ ആണെങ്കിൽ ഹേമറ്റൈറ്റും മാനറ്റൈറ്റുമാണ്. സിങ്ക് ആണെങ്കിൽ കലാമിനും സിങ്ക് ബ്ലെൻഡുമാണ്. ഇതിൽ സിങ്ക് ബ്ലെൻഡ് ZnS ആണ്, അത് സൾഫേറ്റ് ഓർ ആണ്. ഇനി ഈ പറഞ്ഞിട്ടുള്ള വേറെന്താണ്, കോപ്പറിന്റെ ആണെങ്കിൽ കോപ്പർ പൈറൈറ്റും കുപ്പറൈറ്റുമാണ്. അതിൽ കോപ്പർ പൈറൈറ്റ് എന്ന് പറയുമ്പോൾ സൾഫർ ഉള്ള സൾഫൈഡ് ഓർ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ബോക്സൈറ്റിന്റെ സാന്ദ്രീകരണത്തിന് കോൺസെൻട്രേഷൻ ആണ്. ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താ ഇനി അറിയേണ്ട കേസ്, ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കിന് ലീച്ചിങ് ആണ് കേട്ടോ. ആൻസർ ലീച്ചിങ് ആണ്. ഇനി ഇതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ലീച്ചിങ് ആണ് ഇതിന്റെ ആൻസർ. നോക്കിയേ, സാന്ദ്രണം എന്ന് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞിട്ടുള്ള മെറ്റലർജിക്ക് അകത്ത് വരുന്ന ഒരു സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിന് പറഞ്ഞ 4 പ്രക്രിയ ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. ഈ പറഞ്ഞ 4 പ്രക്രിയക്കകത്തുള്ള എക്സാമ്പിൾ മാത്രം നമുക്ക് അറിഞ്ഞിരിക്കുക. ഏത് ഓറാണ് ഏത് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. നോക്കിയേ, ഈ പറഞ്ഞ ബോക്സൈറ്റ് ഓർ എന്ന് പറയാൻ പറഞ്ഞു ലീച്ചിങ് എന്നുള്ള പ്രോസസ്സാണ്. ലീച്ചിങ് എന്നാൽ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള നമുക്കറിയാം, ഏതൊരു അയിർ എടുത്താലും ഓർ എടുത്താലും അതിനകത്ത് എന്തോ വരുന്നുണ്ട്, ഗ്യാങ് എന്നൊരു സംഭവമുണ്ട്. അപദ്രവ്യം എന്നൊരു സംഭവം വെച്ചാൽ അഴുക്കുകളുണ്ട്. അപ്പൊ ഈ അഴുക്കിനെയും ഈ ഓറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്നൊരു സംഭവം. ലീച്ചിങ് എന്നുള്ള പ്രോസസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മിക്സിനെ, ഓറിന്റെയും ഈ പറഞ്ഞിട്ടുള്ള അപദ്രവ്യത്തിന്റെ മിക്സ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് അത് സെപ്പറേറ്റ് ആയ പരിപാടിയാണ് ലീച്ചിങ് എന്ന് പറയുമ്പോൾ. അതാണ് അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ കാന്തിക വിഭജനം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. അറിയാം, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള അയിര് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് അപദ്രവ്യത്തിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കാന്തിക വിഭജനം യൂസ് ചെയ്യാൻ നോക്കിയിരിക്കുക. നമ്മൾ പറഞ്ഞു അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഒരു ഓറാണ് മാഗ്നറ്റൈറ്റ് അല്ലേ. മാഗ്നറ്റൈറ്റിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, അതുകൊണ്ട് അത് സെപ്പറേറ്റ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ നോക്കും, ഈ പറഞ്ഞ കാന്തിക വിഭജനം യൂസ് ചെയ്യാൻ നോക്കും. ഇനിയും ഈ പറഞ്ഞ ജലപ്രവാഹത്തിൽ കഴുകുക എന്നൊരു സംഭവം ഇതിന്റെ ഫസ്റ്റ് സംഭവമാണ് കേട്ടോ. ജലപ്രവാഹത്തിൽ കഴുകുക നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓറിന്റെ കോൺസെൻട്രേഷൻ, ഓറിന്റെ സാന്ദ്രത കൂടുതലും നമ്മുടെ എന്താണ് അപദ്രവ്യത്തിന്റെ സാന്ദ്രത കുറവുമാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ജലപ്രവാഹത്തിൽ കഴുകുക എന്നൊരു പ്രോസസ്സ് യൂസ് ചെയ്യാം. ക്ലിയർ അല്ല? അതിന്റെ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഓക്കെ, സ്വർണത്തിന്റെ അയിരൊക്കെ ഓക്സൈഡ് അയിരുകളും സ്വർണത്തിന്റെ അയിരും നമ്മൾ എന്ത് വെച്ചാൽ ചെയ്യുന്നത്, ഇത് പഠിച്ചു കാണാം കേട്ടോ. ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഓർത്തിരിക്കുക. ഓക്സൈഡ് അയിരുകളും സ്വർണത്തിന്റെ അയിരും സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രക്രിയ ജലപ്രവാഹത്തിൽ കഴുകുക എന്നൊരു പ്രോസസ്സാണ്. ഓക്സൈഡ് അയിരും സ്വർണത്തിന്റെ അയിരും സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ജലപ്രവാഹത്തിൽ കഴുകുക എന്നൊരു പ്രോസസ്സാണ്. നോക്കിയിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള പ്ലവന പ്രക്രിയ അല്ലെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, സൾഫൈഡ് ഓർ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, സിങ്കിന്റെ സിങ്ക് ബ്ലെൻഡ് സൾഫൈഡ് ഓറാണ്. എന്താണ് മറ്റേത് കോപ്പർ പൈറേറ്റ് എന്താണ്, സൾഫൈഡ് ഓർ ആണല്ലേ. അപ്പൊ ഈ പറഞ്ഞ സൾഫൈഡ് ഓറുകളുടെ സെപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സൾഫൈഡ് ഓറിന്റെ സെപ്പറേഷൻ ആണ്. ഇപ്പം ബോക്സൈഡ് ചോദിച്ചു, നാളെ നമുക്ക് വേണമെങ്കിൽ സിങ്ക് ബ്ലെൻഡ് എടുത്ത് ചോദിക്കാം. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രീകരണത്തിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് ചോദിച്ചാൽ എന്താണ്, പ്ലവന പ്രക്രിയയാണ് നോക്കിക്കണേ. ഇനി ഈ പറഞ്ഞ കാന്തിക വിഭജനം അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ ഞാൻ പറഞ്ഞാണ് എന്താണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അയണിന്റെ ഓറായ മാഗ്നറ്റൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്തായിട്ട് യൂസ് ചെയ്യാൻ നോക്കും, അതിനെ ഈ പറഞ്ഞ കാന്തിക വിഭജനം നമുക്ക് ചെയ്യാൻ നോക്കുന്നതാണ് കേട്ടോ. ഇനി എന്താണ് നെക്സ്റ്റ് എന്താണെന്ന് നോക്കി, ടിൻ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിന്നിന്റെ ഒരു ഓറാണ് ടിൻ സ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേക്കിന് അത് നമുക്ക് എന്ത് വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. ലീച്ചിങ് എന്നുള്ള പ്രോസസ്സാണ് എന്തിന് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബോക്സൈറ്റിന്റെ സെപ്പറേഷൻ യൂസ് ചെയ്യുന്നത് എന്താണ്, ലീച്ചിങ് എന്നൊരു പ്രോസസ്സാണ് കേട്ടോ. ക്ലിയർ അല്ലേ? പറഞ്ഞു നോക്കി, ടിൻ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഏത് പരിപാടി യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് ടിൻ സ്റ്റോണിന്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. ബോക്സൈറ്റ് ആണെങ്കിൽ നമ്മൾ ഏത് പ്രക്രിയ യൂസ് ചെയ്യുന്നത്, ലീച്ചിങ് ആണ്. സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, പ്ലവന പ്രക്രിയയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, അലൂമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിര് ഏതാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടാണ്. അലൂമിനിയം നമ്മൾ പറഞ്ഞ ഏതാണ് അയിര്, തെറ്റിക്കാൻ പാടില്ല. ഇനി ഏതാണെന്നുള്ളത് നമുക്കറിയാം, ബോക്സൈറ്റ് ആണ് കേട്ടോ. അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്, ബോക്സൈറ്റ് ആണ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആരുടെ അയിരാണ്, ഇരുമ്പിന്റെ അയിരാണ്. കലാം എന്ന് പറഞ്ഞാൽ സിങ്കിന്റെ അയിരാണ് കേട്ടോ. ഇനി തോറിയത്തിന്റെ അയിര് ഏതാണെന്നുള്ളതാണ്
ക്വസ്റ്റ്യൻ. പറയാമോ? തോറിയത്തിന്റെ അയിര് ഏതാണെന്ന് പറയാമോ? തോറിയത്തിന്റെ അയിര് ഏതാണ്? മോണോസൈറ്റ് ആണ് തോറിയത്തിന്റെ അയിര്. എന്താണ്? മോണോസൈറ്റ് ആണ് തോറിയത്തിന്റെ അയിര് എന്ന് ഓർത്തിരിക്കുക. ഗലീന എന്ന് പറഞ്ഞാൽ ലെഡിന്റെ അയിരാണ് കേട്ടോ. PB ലെഡിന്റെ അയിരാണ് എന്ത്? ഗലീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിച്ച് ബ്ലെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യുറേനിയത്തിന്റെ അയിരാണ് എന്ത്? നമ്മുടെ പിച്ച് ബ്ലെൻഡ് കേട്ടോ. തെറ്റിക്കാൻ പാടില്ല. യുറേനിയത്തിന്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. ഗലീന എന്ന് പറഞ്ഞാൽ ലെഡിന്റെ അയിരാണ്. മോണോസൈറ്റ് എന്ന് പറഞ്ഞാൽ തോറിയത്തിന്റെ അയിരാണ്. ബോക്സൈറ്റ് ആരുടെയാണ്? ഇനി തെറ്റിക്കുകയും ചെയ്യില്ല. ബോക്സൈറ്റ് ആരുടെയാണ്? അലൂമിനിയത്തിന്റെ അയിരാണ് ആര്? ബോക്സൈറ്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ. അപ്പൊ തോറിയത്തിന്റെ അയിരാണ് ആര്? മോണോസൈറ്റ്. പിച്ച് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ ആരുടെ അയിരാണ്? യുറേനിയത്തിന്റെ അയിരാണ്. നമ്മുടെ ഗലീന എന്ന് പറഞ്ഞാൽ ലെഡിന്റെ അയിരാണ്. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ്. കലാമൻ ആരുടെയാണ്? സിങ്കിന്റെ അയിരാണെന്ന് ഓർത്തിരിക്കണം. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അയിരാണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് ഹേമറ്റൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ പ്രധാന അയിരാണ്? പറഞ്ഞേ. ഇരുമ്പ് കേട്ടോ. ഇരുമ്പാണേ. ജസ്റ്റ് ഒന്ന് ചെയ്യാൻ നോക്കുക, അതിനകത്ത് ഉള്ള സംഭവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? നമ്മുടെ ലോഹങ്ങളുടെ പ്രോപ്പർട്ടിക്ക് അത് പഠിക്കുന്നതാണ് ഈ സംഭവം. പറയാൻ പറ്റുന്ന ആൻസർ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ഹൈഡ്രജൻ ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഹൈഡ്രജൻ ആണ് ഇതിന്റെ ആൻസർ. ഹൈഡ്രജൻ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കുമായിട്ട് പ്രവർത്തിച്ചാൽ എന്തുണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിൽ പ്രവർത്തിച്ചാൽ എന്തുണ്ടാകും നോക്കി. ഞാൻ ഇത് ബാലൻസ് ഒന്നും ചെയ്യുന്നില്ല. നോക്കിയൊന്ന് എഴുതിക്കോ. സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസാണ് ഫോം ചെയ്യുന്നത് കേട്ടോ. സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസുമാണ് ഫോം ചെയ്യുന്നത്. ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള മെറ്റൽസിന്റെ കൂടെ ഈ കോൺസെൻട്രേറ്റ് എന്താണ് ഡൈലൂട്ടഡ് ആയിട്ടുള്ള ആസിഡ് പ്രവർത്തിച്ചാൽ കിട്ടുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ് ആണെന്ന് ഓർത്തിരിക്കണേ. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. ഇതാണ് പറഞ്ഞ മെറ്റലർജിയുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ പറഞ്ഞു ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് നമ്മൾ എന്തിന് മെയിൻ ആയിട്ടുള്ള ഓർസ് എന്ന് പറയുമ്പോൾ അയണിന്റെ അല്ലേ. ഈ പറഞ്ഞ അയൺ പൈറൈറ്റ് എന്നൊരു ഓർ ആർക്കുണ്ട്? അയണിനുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? വിഡ്ഢികളുടെ സ്വർണം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? അയൺ പൈറൈറ്റിനെയാണ്. കാരണം പുള്ളിക്ക് ഒരു മഞ്ഞ കളറാണ്. അപ്പൊ കണ്ടാൽ ഗോൾഡ് ആണെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വിഡ്ഢികളുടെ സ്വർണം എന്ന് വിളിക്കുന്നത് ആരെയാണ്? അയൺ പൈറൈറ്റിനെയാണ്. അതെന്താണ്? ഈ പറഞ്ഞിട്ടുള്ള അയണിന്റെ ഒരു ഓറാണ് എന്ത്? നമ്മുടെ അയൺ പൈറൈറ്റ് കേട്ടോ. തെറ്റിക്കരുതേ. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ അത് പറഞ്ഞാണ് ഈ സംഭവം. നമ്മൾ പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയാൽ ഹീറ്റിംഗ് ഓയിൽ നമ്മൾ യൂസ് ചെയ്യാൻ ഹീറ്റിംഗ് ഓയിലിനെ മാനുഫാക്ചറിങ് യൂസ് ചെയ്യുന്ന അലോയ് ഏതാണ്? നിക്രോമാണ് അല്ലേ. ഇനി പെർമനന്റ് ആയിട്ടുള്ള മാഗ്നറ്റ്സ്, പെർമനന്റ് കാന്തങ്ങളുടെ മാനുഫാക്ചറിങ് യൂസ് ചെയ്യുന്ന ഏതാണ്? അൽനിക്കോ ആണ്. അൽനിക്കോയുടെ കോമ്പോസിഷൻ പറഞ്ഞു നോക്കി. ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. എന്തൊക്കെയാണ്? അയൺ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, നിക്കലുണ്ട്, കൊബാൾട്ട് ഉണ്ട് അല്ലേ. അത് അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. അത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ എടുത്ത് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഈ പ്രോസസ്സിന്റെ പേരൊന്ന് പഠിക്കുക കേട്ടോ. ഈ പറഞ്ഞ ഹോൾ ഹോറിസ് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കിന് അലൂമിനിയത്തിന്റെ സെപ്പറേഷൻ അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ സെപ്പറേഷൻ ഈസി ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രോസസ്സിന്റെ പേരാണെന്ത്? ഹോൾ ഹോറിസ്. ഹോൾ ഹോറിസ് എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിന്റെ സെപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഹോൾ ഹോറിസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇതിന് ആൻസർ മാർക്കാണ്. ഒന്നുമില്ല, ഈ പറഞ്ഞിട്ടുള്ള കെമിക്കൽ ബോണ്ടിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്നുള്ളതാണ് കേട്ടോ. കെമിക്കൽ ബോണ്ടിങ് സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എന്താണെന്ന്. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളും ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങളും തമ്മിൽ അയോണിക് ബോണ്ട് ഫോം ചെയ്യും. അത് കറക്റ്റ് ആണ്. ഇനി ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. അതും കറക്റ്റ് ആണ്. ഈ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോ പോസിറ്റീവും തമ്മിൽ കോർഡിനേറ്റ് ബോണ്ട് എന്നൊരു സംഭവം അത് ഫോം ചെയ്യത്തില്ല. അപ്പോൾ നോക്കിയിട്ട് കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ കോവാലന്റ് ബോണ്ടിന്റെ വേറൊരു ടൈപ്പാണ് കോർഡിനേറ്റ് ബോണ്ട്. ഇനിയും ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ തമ്മിൽ ലോഹ ബോണ്ട് ഫോം ചെയ്യും. കറക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. ക്ലിയർ അല്ലേ? ഇനിയും ഒന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ പോസിറ്റീവ് അയോൺസിനെ വിളിക്കുന്ന പേരെന്താണ്? കാറ്റയോൺസ് എന്നാണ്. നെഗറ്റീവ് അയോൺസ് നമ്മൾ എന്ത് വിളിക്കും? ആനയോൺസ് എന്ന് വിളിക്കും. എന്താണ് കെമിക്കൽ ബോണ്ട്, എന്താണ് അയോണിക് ബോണ്ട്, എന്താണ് കോവാലന്റ് ബോണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ.
ഒന്ന് ഞാൻ പറയുകയാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള സഹസംയോജക ബന്ധത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അവിടെ നിന്ന് പറയുമ്പോഴത്തേന് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്ന പരിപാടിയാണ് ഈ പറഞ്ഞ സഹസംയോജക ബന്ധം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിന്. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം? ഇലക്ട്രോൺ കൈമാറ്റം മൂലം എന്തുണ്ടാകുന്നുണ്ട്? അവിടെ ചാർജ് ഫോർമേഷൻ വരും. അങ്ങനെയാണ് ഈ പറഞ്ഞ അയോണിക ബന്ധം എന്നുള്ള സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകൾ തമ്മിലാണ് അട്രാക്ട് ചെയ്യുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ അത് അയോണിക് ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധം എന്നുള്ള സംഭവം. ഇനി എന്താണ് ഇതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഫ്ലൂറിൻ എന്നുള്ള സംഭവം, ഫ്ലൂറിനകത്തുള്ളത് സിംഗിൾ ബോണ്ടാണ്. ഫ്ലൂറിനകത്തുള്ളത് സിംഗിൾ ബോണ്ട് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്സിജന്റെ കേസിൽ വരുന്നത് എന്താണ്? ഈ ഓക്സിജൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ദ്വിബന്ധനമാണ്. നൈട്രജന്റെ കേസിൽ വരുന്നത് എന്താണ്? ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനമാണ് എന്ന് ഓർത്തിരിക്കണം. ഇനിയും ഇവിടെ എങ്ങനെയാണ് ബോണ്ടിന്റെ ഫോർമേഷൻ വെച്ചാൽ എന്തോ പറയും, എത്ര പെയർ ഇലക്ട്രോണിനെയാണ് ഇവർ ഷെയർ ചെയ്യുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ത് വരുന്നത്, ഏത് ബോണ്ടാണ് ഈ പറഞ്ഞ സിംഗിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്, എത്ര പെയർ ഇലക്ട്രോണെ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ പറയാൻ. കാരണം ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. താഴെ പറയുന്നവയിൽ എന്താണ് ദ്വിബന്ധനം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്തോ ചെയ്യേണ്ടി വരും? അത് അറിയണം. ഓക്സിജൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ സഹസംയോജക ബന്ധത്തെ കുറിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവന ഏത്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഇത് അറിഞ്ഞാലേ ഒക്കത്തുള്ളൂ. എത്ര പെയർ ഇലക്ട്രോൺ അവർ ഷെയർ ചെയ്യുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിംഗിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ എന്നുള്ളത് കേട്ടോ. ഇനി ഇതുകൂടെ നോക്കിക്കോളൂ. ഈ പറഞ്ഞ അലോഹ സംയുക്തങ്ങളാണ് അല്ലെങ്കിൽ അലോഹ മൂലകങ്ങൾ തമ്മിലാണ് സംയോജിക്കുന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നത്? അവിടെ പൊതുവെ കോവാലന്റ് ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത് കേട്ടോ. അലോഹ മൂലകങ്ങളാണ് തമ്മിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ കോവാലന്റ് ബോണ്ട് ആണ് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനമാണ് നടക്കുന്നത്. നോക്കിക്കണം. ക്ലിയർ ആണല്ലോ അല്ലേ? അത് ഞാൻ പറയുന്നില്ല, ഇത് തീരത്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ താഴെ പറയുന്ന പ്രസ്താവനകൾ നോക്കിയിട്ട് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നോക്കുക. ഇതിനകത്ത് pH വാല്യൂ വന്നിരിക്കുകയാണ്. നമുക്കറിയാം pH വാല്യൂ എന്ന് പറയുമ്പോൾ 7ന്റെ താഴെ ആണെങ്കിൽ അസിഡിക് നേച്ചർ ആണ്, 7ന്റെ മുകളിലാണെങ്കിൽ അത് ആൽക്കലൈൻ നേച്ചർ ആണ് കേട്ടോ. ഫസ്റ്റ് നോക്കി, അപ്പം ഇത് നോക്കി, തേയില ആൽക്കലി സ്വഭാവം കാണിക്കുന്നുള്ളതാണ്. തേയിലയുടെ pH കാണിക്കുക 4 ആണ് അല്ലേ? അപ്പൊ അത് തേയില ഏത് നേച്ചറാണ് കാണിക്കേണ്ടത്? അത് അസിഡിക് നേച്ചർ ആണെങ്കിൽ തെറ്റാണത് അല്ലേ? നെക്സ്റ്റ്, കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും. കുടിവെള്ളത്തിന്റെ pH 8 ആണ്, അത് ആൽക്കലി സ്വഭാവം കാണിക്കും. അത് കറക്റ്റ് അല്ലേ? കുടിവെള്ളം എന്താണ്? ആൽക്കലി സ്വഭാവമാണ് കാണിക്കേണ്ടത് അല്ലേ? ചാരം ആൽക്കലി സ്വഭാവം കാണിക്കും. തെറ്റാണ്. ചാരം ഏത് സ്വഭാവം കാണിക്കുന്നത്? ഇവിടെ ചാരം പറഞ്ഞാൽ 5 ആണ്. അത് എന്താണ് നോക്കുന്നത്? അത് അസിഡിക് സ്വഭാവമാണ് കാണിക്കേണ്ടത് അല്ലേ? തെറ്റാണ്. സോപ്പ് അസിഡിക് സ്വഭാവം കാണിക്കുന്നു. സോപ്പിന്റെ pH 11 ആണ്. അതെന്താ കാണിക്കുന്നത്? സോപ്പ് 11 ആണെങ്കിൽ അത് എന്ത് ആൽക്കലി കാണിക്കുന്നത് അല്ലേ? അപ്പൊ ഇതിനകത്ത് പറയുമ്പോൾ കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കുന്നതാണ് ശരി. ഇത് ഏറ്റവും ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ, നമ്മൾ എളുപ്പം പറയാം. നമുക്കറിയാം ഇതാണ് നമ്മുടെ pH സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ pHന്റെ 7 ആണെങ്കിൽ ന്യൂട്രൽ ആണ്, അപ്പത്തോട്ട് പോകണമെങ്കിൽ ആസിഡ് ആണ്, ഇങ്ങോട്ട് പോകണമെങ്കിൽ ബേസ് ആണ്. 0 to 7 വരെ ആൽക്കലി, 7ന്റെ മേലോട്ട് പോകുന്ന 14 വരെ എന്താണത്? ആൽക്കലി സ്വഭാവം അല്ലെങ്കിൽ ബേസിക് സ്വഭാവം ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ ടെക്സ്റ്റിനകത്തുള്ള ഈ ഓരോ പദാർത്ഥത്തിന്റെയും pH എന്ന് അറിഞ്ഞിരിക്കുന്നത് അറിയാം. ജസ്റ്റ് ഞാൻ പറയാം. വിനാഗിരി ആണെങ്കിൽ 4.2 ആണ്, ചുണ്ണാമ്പ് വെള്ളമാണെങ്കിൽ 10.5 ആണ്, പാലാണെങ്കിൽ 6.4 ആണ്, 7 ആണെന്നുണ്ടെങ്കിൽ വാട്ടർ ആണ്, ടൂത്ത് പേസ്റ്റ് 8.7 ആണ്, ബ്ലഡ് 7.4. 7.4 ബ്ലഡ് ഒക്കെ എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, ഒന്ന് ഓർത്തിരിക്കുക. ബ്ലഡ് 7.4 ആണ്, ടൂത്ത് പേസ്റ്റ് 8.7 ആണ്, വാട്ടർ ആണെങ്കിൽ എത്രയാണ്? 7 ആണെന്ന് ഓർത്തിരിക്കുക. പാല് 6.4 ആണ്, ചുണ്ണാമ്പ് വെള്ളം 10.5 ആണ്, വിനാഗിരി ആണെങ്കിൽ എത്രയാണ്? 4.2 ആണ്. നോക്കി നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. ഇതിലെ ലൂയിക് ആസിഡ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റൻ. ലൂയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ BCl3 ആണ്. എന്താണ് BCl3, BF3 അതൊക്കെ എന്ത് തന്നെയാണ്? ലൂയിക് ആസിഡ്സ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ലോൺ പെയർ ആയിട്ടുള്ള ഇലക്ട്രോണെ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ലൂയിക് ആസിഡ് എന്ന് പറയുമ്പോൾ. അതിന്റെ എക്സാമ്പിൾ മാത്രം എടുത്തു പഠിക്കുക കേട്ടോ. BCl3 എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൂയിക് ആസിഡ് ആണ്. ലോൺ പെയർ ആയിട്ടുള്ള ഇലക്ട്രോണെ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ലൂയിക് ആസിഡ് ആകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. സാധാരണഗതിയിൽ മഴവെള്ളത്തിന്റെ pH ആകാൻ സാധ്യതയുള്ളത് ഏതാണ്? മഴവെള്ളത്തിന്റെ pH ആകാൻ സാധ്യതയുള്ളത് ഏതാണെന്ന് പറയാമോ? ഈ പറഞ്ഞ 5 മുതൽ 5.5 വരെയാണ് മഴവെള്ളത്തിന്റെ pH ആകാൻ സാധ്യതയുള്ളത്. 5 to 5.5 ആണ് മഴവെള്ളത്തിന്റെ pH ആകാൻ സാധ്യതയുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. pH ഓഫ് ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുമ്പോൾ എത്ര നമ്മൾ പറഞ്ഞത്? 7.4 ആണ് അല്ലേ? 7.4 ആണ്. അതിൽ ഏത് നേച്ചറാണ്?
ന്യൂട്രൽ ആണോ അല്ല, സ്ലൈറ്റ്ലി അസിഡിക് ആണോ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണോ നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് നമുക്കറിയാം 7ന്റെ മേളിൽ പോയി കഴിഞ്ഞാൽ ബേസിക് നേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ് എന്ത് നമ്മുടെ ബ്ലഡ് എന്ന് പറഞ്ഞാലേ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ. ഈ പറഞ്ഞ ക്വസ്റ്റൻ ഇതുപോലെ ചോദിക്കും, വേറെ ചോദിക്കില്ല. അക്വാ റീജിയക്കകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും HNO3യുടെയും നൈട്രിക് ആസിഡിന്റെയും റേഷ്യോ എത്രയാണ്? 3:1 ആണ്. തെറ്റിക്കരുത്, HCl HNO3 ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ്റ്റ് നൈട്രിക് ആസിഡിന്റെ റേഷ്യോ ആണ് 3:1. അത് അങ്ങനെ തന്നെ പഠിക്കുക. HCl HNO3 ആണ് 3:1. അതായത് തിരിച്ചു ചോദിച്ചാൽ ആൻസർ 1:3 ആണ് നോക്കിക്കണം കേട്ടോ. അപ്പൊ അക്വാ റീജിയക്കകത്തുള്ള HClന്റെ HNO3യുടെ റേഷ്യോ എത്രയാണ്? 3:1 ആണ് കേട്ടോ. ഇത് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്നത്തെ. നോക്കി, ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റൻ. ഈ ക്വസ്റ്റൻ രണ്ടിട ചോദിച്ചിട്ടുണ്ട്, തന്നെ കിടക്കുന്നു. ഏത് സംയുക്തം ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തത്? പറയാം ഏതാണെന്ന് നമുക്കറിയാം. എന്താണ്? മെർക്കുറിക് ഓക്സൈഡ് ആണ് കേട്ടോ. മെർക്കുറിക് ഓക്സൈഡ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ജോസഫ് പ്രീസ്ലി ആദ്യമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്തത്? ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തത്. ആ പറയുന്ന പ്രക്രിയയെ വിളിക്കുന്നത് വിഘടനം എന്നാണ്. വിഘടനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ പ്രക്രിയ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ജോസഫ് പ്രീസ്ലി എന്തോ ചെയ്തത്? ഓക്സിജനെ ക്രിയേറ്റ് ചെയ്തത്. ഇതാണ് അതിന്റെ ഇക്വേഷനെ. മെർക്കുറിക് ഓക്സൈഡ് സ്പ്ലിറ്റായി മെർക്കുറിയും ഓക്സിജനായിട്ട് വരും. ഇനി ഒരു സംഭവം വിഘടിച്ച് അല്ലെങ്കിൽ ഒരു സംയുക്തം വിഘടിച്ച് രണ്ടോ അതിലധികമോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന പ്രോസസ്സാണ് വിഘടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജോസഫ് പ്രീസ്ലി ചെയ്ത ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ ഓക്സിജൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്രോസസ്സ് എന്താണ്? വിഘടന പ്രക്രിയ ആണ് നോക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ദിവസത്തെ നമ്മളൊരു അറൗണ്ട് ഒരു 20 ക്വസ്റ്റ്യൻസ് അടുത്താണ് ചെയ്തു പോകുന്നത്. അതിലൂടെ ഞാൻ കണക്ടിങ് ഫാക്ട്സ് പറയുന്നതുകൊണ്ടാണ് സമയം പോകുന്നത് കേട്ടോ. കണക്ടിങ് ഫാക്ട് പറയാൻ കാരണം എന്താണ്? ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഞാൻ ഇതുകൂടെ ഒന്ന് നോക്കി. ഈ പറയുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആയി കഴിഞ്ഞാൽ അങ്ങനെ ഫോം ചെയ്യുന്ന എലമെന്റ്സ് കോമ്പൗണ്ട്സ് എന്താണ്? അയോണിക് നേച്ചർ ആണ് കാണിക്കുന്നത്. ഇതൊന്ന് ഓർത്തിക്ക്, ടെക്സ്റ്റിലുള്ള പോലെയാണ് പറയുകയാണെ. അയോണിക് സ്വഭാവം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസിന്റെ വ്യത്യാസം 1.7 അതിൽ കൂടുതലായ അയോണിക് നേച്ചർ ആയിരിക്കും. 1.7 കുറഞ്ഞാൽ അത് എന്തായിരിക്കും? ഓർത്തിരിക്കുക, കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധമായിരിക്കും അവർ കാണിക്കുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കുക. അതുപോലെ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോളാർ സംയുക്തമാണ് ഓർത്തിരിക്കണേ. വെള്ളം, വാട്ടർ എന്ന് പറഞ്ഞാൽ പോളാർ സംയുക്തമാണ്. അതുപോലെ HFഉം HBrഉം H2O ഇത് മൂന്നും അതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. താഴെ പറയുന്നതിൽ പോളാർ സംയുക്തം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ടെക്സ്റ്റ് പ്രകാരമുള്ള തൽക്കാലം പഠിക്കുക. വാട്ടറും HFഉം HBrഉം എന്ത് തന്നെയാണ്? പോളാർ കോമ്പൗണ്ട്സ് ആണ്. എന്താണ്? പോളാർ കോമ്പൗണ്ട്സ് ആണ് വാട്ടറും HF HBr ഓർത്തിരിക്കുക. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് 1.7 അതിൽ കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ ആ ഫോം ചെയ്യുന്ന സംയുക്തം അയോണിക് ആയിരിക്കും. 1.7 താഴെ ആണെങ്കിൽ അത് എന്തായിരിക്കും? സഹസംയോജക ബന്ധമായിരിക്കും പുലർത്തുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷനകത്ത് ടെലഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ട് ജോയിൻ ചെയ്യുക. അവിടെ എന്നും നമ്മൾ ഈ പറഞ്ഞ ക്ലാസ് എന്നും 7 o'clock അപ്ലോഡ് ചെയ്യും രാത്രി. അത് കഴിഞ്ഞിട്ട് ഒരു 7:30 കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്. ഇതിന്റെ PDF ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യും. 9 മണിക്ക് ഡെയിലി ക്വിസ് ഉള്ളതാണ്. അത് കറണ്ട് അഫെയർ എല്ലാ സബ്ജക്ട്സ് ബേസ് ചെയ്ത് ഡെയിലി ക്വിസ് വരും. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള സയൻസിന്റെ എടുക്കുന്ന എല്ലാ ടോപ്പിക്സിന്റെയും അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അവിടെ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.